കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ദില്ലിയിലും കേരളത്തിലും ഒക്കെ തിരക്കിട്ട ചർച്ചകൾ ഒക്കെ നടക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരണ വേദികളെ ഒക്കെ അത്തരത്തിലൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ നേതാക്കൾ ശ്രദ്ധിച്ചത് വി.ഡി. സതീശനായാലും കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ ഇറങ്ങുമ്പോഴായാലും ഒപ്പം രമേശ് ചെന്നിത്തലയായാലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതാ വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയാണ്. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചാണ് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വീണ്ടും ഉയരുന്നത്. ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലടക്കം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷാജി, കെ.സി. കളം പിടിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാ അർത്ഥത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നിലവിലത്തെ ദേശീയ നേതൃത്വമൊക്കെ കെ.സിയോടാണ് കൂടുതൽ അടുപ്പമുള്ളത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കേരളത്തിലും തനിക്ക് ഗ്രൗണ്ട് ലെവലിലും തനിക്ക് പിന്തുണയുണ്ട് എന്ന് അറിയിക്കാനുള്ള കെ.സിയുടെ നീക്കങ്ങളായി ഇതിനെ കാണാമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം കോട്ടയത്തും മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ തന്നെ കെ.സി. വേണുഗോപാലിന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇന്നലെ ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല മണ്ഡലത്തിൽ വി.ഡി. സതീശിന്റെ പോസ്റ്ററുകൾ വന്നു, അതും നശിപ്പിക്കുന്ന നിലയായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കെ.സി. വേണുഗോപാലിന്റെ വലിയ ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ദ റിയൽ ലീഡർ എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അത് വലിയ പോസ്റ്ററാണ്. അതിൽ ജനനായകർ നയിക്കട്ടെ എന്നുള്ള പേരിലാണ് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ പോസ്റ്ററുകൾക്ക് കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തോടൊപ്പമുള്ള വലിയ പോസ്റ്ററുകളാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്നത്. നമുക്ക് അറിയാം, ആലപ്പുഴ ജില്ല അല്ലെങ്കിൽ ആലപ്പുഴ പാർലമെന്റിൽ എം പി ആയിട്ട് അദ്ദേഹം നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് കെ.സി. വേണുഗോപാലിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹരിപ്പാട് അടക്കമുള്ള പ്രദേശങ്ങൾ കെ.സി. വേണുഗോപാലിന്റെ അധീനതയിൽപ്പെടുന്നതാണ്. അപ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ കെ.സി. വേണുഗോപാലിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് തന്റെ സ്വാധീനം ഉറപ്പിക്കുക എന്ന് തന്നെയാണ് കെ.സി. വേണുഗോപാൽ വിഭാഗം ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും ഷാജഹാൻ, അതായത് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും ഈ വി.ഡി. സതീശൻ്റെ ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ ഹരിപ്പാട് പലയിടത്തും നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ പുതിയതായി ഉയരുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ ആലപ്പുഴയെ സംബന്ധിച്ച് കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് ബോർഡുകളാണോ വരുന്നത്? മാത്രമല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലാണ്, മറ്റത് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു തുടങ്ങി അല്ലേ? എന്ന പേരിലും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പേരിലുമാണ് ദ റിയൽ ലീഡർ. അതാണ് അതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥ നായകൻ കെ.സി. വേണുഗോപാൽ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ലേഖനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള പോസ്റ്ററുകളാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ജനങ്ങൾ കൂടുതലായിട്ട് കാണുന്ന പ്രദേശങ്ങളിലാണ് കെ.സിയുടെ ചിത്രത്തോടൊപ്പം ഇത്തരത്തിലുള്ള വാചകങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നത്. പക്ഷേ ഇതിപ്പോൾ ആലപ്പുഴ നഗരത്തിലായതുകൊണ്ടും ആലപ്പുഴയ്ക്ക് കെ.സി. വേണുഗോപാലിന് ആലപ്പുഴ സ്വാധീനം കൊണ്ടും ഇത് നശിപ്പിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാര്യം. സാധാരണഗതിയിൽ തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് കാണാത്തൊരു സാഹചര്യമാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ഇന്നലെ വെച്ച ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഇന്നും അതുപോലെ തുടരുകയാണ്. അപ്പോൾ ഇന്നും കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ശരി ഷാജി, ഷാജഹാനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്.